ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുക്കാനായിട്ട് വന്നത്, ഷോർട്സ് അല്ല കേട്ടോ. 2 ദിവസം മുന്നേ നമുക്ക് ഒരു വിഷമമുള്ള കാര്യം ഉണ്ടായി, പിന്നെ ഇന്നും ഉണ്ടായിട്ടാ. അവരവിടെ കളിക്കുന്നുണ്ട്, അവർ കളിക്കട്ടെ, ഒരു കണ്ണ് കെട്ടി കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പോണത്, ഇങ്ങനെ ഇപ്പം ഇന്നും 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നല്ലേ, അത് 2-3 പേര് ഫ്രണ്ട്സിനെ കണ്ടിരുന്നു, പിന്നെ ഇന്നും കണ്ടിരുന്നു അമ്പലത്തിൽ പോയപ്പോൾ. അപ്പോൾ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ ചിലവർക്കൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാനലിൽ ചേട്ടൻ മരിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആളുകൾ ഞങ്ങളെക്കുറിച്ച് വല്ല റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടും. അപ്പോൾ ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇടണില്ലേ, അപ്പോൾ നിങ്ങൾക്കും വരും. അപ്പോൾ നിങ്ങളെന്തിനാ മരിച്ച ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഞാൻ പറഞ്ഞു, മരിച്ച ആൾ എൻ്റെ ഭർത്താവാണല്ലോ, എൻ്റെ കുട്ടികളുടെ അച്ഛനാണല്ലോ. പിന്നെ ആൾ ഗൾഫിൽ പോയി എന്ന് പറഞ്ഞാൽ മതിയില്ലേ. അതേപോലെ മരിച്ചെന്നൊക്കെ എന്തിനാ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത് എന്നൊക്കെ ഒന്ന് കുറേ ഇങ്ങനെ നമ്മളെ ഇതാക്കിയ പോലത്തെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സംസാരിച്ചു. ഞാനിപ്പോൾ പിള്ളേരുള്ള കാരണം വല്ലാതെ വിഷമിച്ചിട്ട് പറയുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത്തിരി ഇങ്ങനെ പറയണം കേട്ടോ. നമ്മളിപ്പോൾ പറമ്പിൽ വന്നേക്കാണേ. അപ്പോൾ സംഭവം വേറെ കേസ്. 2 ദിവസം മുന്നേ അക്ഷയ പോയപ്പോൾ ഞാൻ ഏട്ടൻ മരിച്ചപ്പോഴേ ഏട്ടൻ്റെ മരണ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ജീവിത പങ്കാളി എന്നുള്ളതിൽ നമ്മൾ പേര് കൊടുക്കില്ല, വേറെ ആൾക്കാർ കൊടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു, വായിച്ചു നോക്കി പറഞ്ഞു, നിനക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ, വേറെ ഇനി എന്താ ഒരു പാർട്ട്ണർ വരേണ്ടതല്ലേ, 10-32 വയസ്സായിട്ടല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ കുറേ വിഷമങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്ര വർഷം നമ്മളെ നോക്കി, നമുക്കൊരു കുറവില്ലാണ്ട് നോക്കി. അപ്പോൾ മരിച്ചപ്പോൾ തന്നെ ആളെ മറക്കുക. 1.5 വർഷമായി ചേട്ടൻ മരിച്ചിട്ട്. ആ 1.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോയ ഒരവസ്ഥ എന്ന് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പം എനിക്കത് പറയുമ്പോൾ സങ്കടമുണ്ട്, മക്കളെ മുന്നിൽ എനിക്ക് കരയാൻ വിഷമമുണ്ട്, എന്നാലും ഞാൻ പിടിച്ചെന്ന് പറയണം. അപ്പം ആളുടെ ബോഡിയല്ലേ കത്തിച്ചിട്ടുള്ളൂ, അതായത് ആളുടെ ആത്മാവുണ്ട്, ഞങ്ങളെ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് ആളെ കാണുന്നില്ലെങ്കിലും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ആയാലും എൻ്റെ കുഞ്ഞുങ്ങളായാലും ഒരു കാരണത്താലും വിഷമിപ്പിക്കേണ്ട ഒരു വാക്കോ അല്ലെങ്കിൽ ഞങ്ങൾ തല്ലുകൂടെ അങ്ങനെ ഒരു കാര്യവും ആളെ ഭാഗത്തു നിന്നോ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുണ്ടായതിപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഒരു പ്രശ്നം കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ നമുക്ക് ജപ്തി പറഞ്ഞപ്പോഴാണ് അത് ആളൊരു കടുങ്കൈ ചെയ്തത് തന്നെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ എൻ്റെ കയ്യിൽ സുരക്ഷിതരാണ്, ഞാൻ അവരെ നന്നായി നോക്കുന്നുണ്ട്. എനിക്കെൻ്റെ മോന് 3 വയസ്സ് വരെ എനിക്കവനെ ഒരു അംഗനവാടിയിലോ ആക്കാൻ പറ്റണില്ല, കാരണം ഇപ്പോൾ അവനെ നോക്കേണ്ട സമയമാണ്. അപ്പോൾ എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ അവരെ നോക്കുന്നുണ്ട്. അമ്മ നന്നായി നോക്കണില്ലേ? അമ്മ നന്നായി നോക്കില്ല വെച്ച് പോവുക തന്നെ. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇനി വേറൊരു ലൈഫ് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മളോട് 2 കൂട്ടർ ചോദിച്ചു, ഇങ്ങനെ ഒരു അന്വേഷണം, ഇങ്ങനെ ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കാൻ. അപ്പം നമ്മളത് വേണ്ടാന്ന് വെച്ചു, കാരണം ഇനി നമുക്ക് അങ്ങനെ ഒരു ലൈഫിൽ വേറൊരാളില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, എൻ്റെ മോനിപ്പോൾ അടുത്ത മാസത്തേക്ക് 2 വയസ്സാവുന്നത്, ഇനിയിപ്പോൾ 1 വർഷം പെട്ടെന്ന് തന്നെ പോവും. ഇപ്പോൾ 2.5 ആയാലും എനിക്ക് അയ്യോ അവൾ വീണു കേട്ടോ. 1 മിനിറ്റ് എഴുന്നേറ്റോ, അമ്മ വീഡിയോ എടുക്കുന്നു, കുഴപ്പമില്ല. അമ്മ ഒരു സീരിയസ് ആയിട്ട് കാര്യം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾ വീണു, ചിന്നുമോള്. അപ്പോൾ അതിനവിടെ തല്ലുകൂടിയതാണ് കേട്ടോ. അപ്പം വിധവ എന്ന് പറയാനായിട്ട് ഒരു വിഷമമില്ല. പിന്നെ നമ്മളെ ആളുടെ മരണ സർട്ടിഫിക്കറ്റിൽ പേര് കൊടുക്കുക പറയുമ്പോൾ, ഞാൻ ആൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്, റെസ്പെക്റ്റ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം ആളെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്രയ്ക്കും ആൾക്ക് ആ ഒരു ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഓരോരുത്തരും. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ ഇനി അറിയാനും കൂടിയിട്ടാണ്
അപ്പോൾ മരിച്ചു പോയെന്ന് ചോദിച്ച് നമ്മൾ പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ല. പിന്നെ എൻ്റെ മക്കളെന്നോട് ഇന്നലെ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചു, വേറൊരാൾ വന്നാലും കുറച്ച് നാളത്തെ സന്തോഷം ഉണ്ടാവും അമ്മ, അത് കഴിഞ്ഞാൽ അച്ഛൻ സ്നേഹിച്ച പോലെ ആരും സ്നേഹിക്കില്ല. അപ്പം അമ്മ ജോലി ചെയ്തോ, അമ്മ ജോലി ചെയ്തിട്ട് ഞങ്ങളെ നോക്കണം എന്നൊക്കെയാണ് ഉണ്ണികളവിടെ കഴിയുമ്പോൾ തുണി എടുക്കേണ്ടത് കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെയാണ് അവർ രണ്ടാളും എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞൊരു ഫാമിലി, ഇപ്പോൾ അപ്പൂസ് വലുതാവുമ്പോൾ ശരിക്കും അച്ഛനെ പോലെയാണ്. കാരണം ആൾ മരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആൾ എപ്പോഴും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100% ആളത് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു. കാരണം ഞാൻ ആ ഡെലിവറി കഴിഞ്ഞ സമയമാണ്, എനിക്ക് ഡെലിവറി നിർത്തി. ആ സമയത്ത് അനസ്തേഷ്യ ചെയ്തിട്ട് എനിക്ക് കണ്ണൊക്കെ വന്ന് വീർത്തിട്ട് ആകെ നീര് മുട്ടിയ പോലെയായിരുന്നു. അത് എന്തോ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വീണ്ടും വന്നു. അങ്ങനെ എനിക്ക് മേലത്തെ റൂമിലേക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായില്ല. ആളെപ്പോൾ 12 മണി കഴിഞ്ഞാൽ ആളെപ്പോഴും മേലേക്ക് ഇങ്ങനെ ഓടലായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ എപ്പോഴേലും പറയാം കേട്ടോ. ഇനി പിള്ളേർ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇതിന്നൊക്കെ മരണത്തിൽ നിന്ന് തരണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. കാരണം ഡിപ്രഷനായിരുന്നു. കാരണം ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്കൊരു മരുന്ന് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞ് പാൽ കുടിക്കുന്ന കാരണം എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുട്ടിക്ക് ബാധിക്കുമെന്ന് പറഞ്ഞ കാരണം. അപ്പം അതും എനിക്കത് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ ചിലപ്പോൾ 1 മണി 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഞാൻ ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇത്രയും സ്നേഹിച്ച ഒരാൾ നമ്മുടെ അടുത്തുനിന്ന് ഉറങ്ങിയിട്ട് എനിക്ക് പോയതാണ്. അപ്പം അങ്ങനെ ഒരാൾ വയ്യാണ്ടായിക്കോട്ടെ, അപകടമായിക്കോട്ടെ, പിന്നെ ഇങ്ങനത്തെ ഒരു ഇതായിക്കോട്ടെ, എങ്ങനെയായാലും മരിച്ചു. ആ ആളെ നമുക്ക് ഇപ്പോൾ 1.5 വർഷമായിട്ടാണ് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനത്തിനാണ് ഒരു ചാനൽ തന്നെ തുടങ്ങിയത് തന്നെ. കാരണം ഞാൻ പറയില്ലേ 2024 നമ്മളത് ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് ഇതായില്ല, പക്ഷെ പറ്റിയില്ല. എൻ്റെ മോളാണ്, ചിന്നു മോളതാണ് നിൽക്കണേ വീഡിയോയിൽ എപ്പോഴും കൂടുതലായിട്ട്, നീ പൊന്നൂസ്. അപ്പോൾ അവളാണ് പറഞ്ഞത്, അമ്മ നമുക്ക് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അമ്മ എല്ലാവരും നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മ ഓക്കെ ആവും, പൊന്നൂസൊക്കെ ആവും. പൊന്നൂസൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുള്ളൂ. സ്കൂളിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ തുറന്ന് പറയട്ടെ, പൊന്നൂസൊക്കെ സ്കൂളിൽ ഒരു ദിവസം ആഴ്ചയിൽ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം പോയാൽ പൊന്നൂസ് തീരെ പോവില്ല. പൊന്നൂസ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന കാരണം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തരിങ്ങനെ കാണുന്നുണ്ട് പൊന്നൂസ് എല്ലാവരും കൂടെ ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പൊന്നൂസ് ഓക്കെ വരുന്നുള്ളൂ. പിന്നെ തന്നെ തൃശ്ശൂർ സ്കൂളിൽ ഇപ്പോൾ ഇവർ പഠിച്ച സ്കൂളിൽ നമ്മൾ അങ്ങനെ മോശമാക്കിയിട്ടൊന്നുമല്ല നമ്മൾ പോണത്, അവരവിടെ പഠിച്ചിരുന്നതല്ലേ. നമ്മുടെ വീടും അങ്ങനെയല്ല. അപ്പോൾ വീട് അടച്ചിടണ്ടല്ലോ, പിന്നെ അവിടുത്തെ അമ്മയ്ക്ക് വയ്യ. 1-2 പേരൊക്കെ നമ്മളെ ഫോൺ ചെയ്ത് വല്ലാതെ സംസാരിച്ചു, അമ്മ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുവന്നിടാം എന്നൊക്കെ ഒരുമാതിരി സംസാരങ്ങളാണ്. നമ്മൾ ആരെയും പേരൊന്നും പറയണില്ല. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം. അമ്മ നല്ല പ്രായമായി വയ്യാത്തതാണ്, അമ്മ വരാതിരിക്കാതെ അവരുടെ ഒരു ഇതാണ്. പക്ഷേ അമ്മയ്ക്ക് വരാൻ അങ്ങോട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എനിക്ക് തന്നെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ അവർ TC മേടിച്ച് അവിടെ പഠിപ്പിക്കാൻ നോക്കിയാലും എനിക്ക് 2 ദിവസം ഒരു ദിവസം നിൽക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് പറ്റണില്ല. കാരണം ഞാൻ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പുറത്താണ് നിൽക്കുക. നമ്മളെ കസിൻസൊക്കെയാണ് ഡ്രസ്സുകളും സാധനങ്ങളും പാത്രങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. കാരണം അവരെ പഠിപ്പിക്കണം, അവർക്ക് അവരുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഇപ്പോൾ ജോലിക്ക് പോയാൽ എനിക്ക് നല്ല ധൈര്യമുണ്ട്. കാരണം എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ. അപ്പോൾ പണിയെടുത്തിട്ട് മക്കളെ നോക്കണം, അല്ലാതെ വേറെ ആൾക്കാരെ കുട്ടികളോട് കുറേ പ്രാരാബ്ദം പറഞ്ഞ് പൈസ മേടിച്ച് നമുക്കൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ പറയും നിനക്ക് പോയി പണിയെടുത്ത് മക്കളെ നോക്കിക്കൂടെ. അപ്പോൾ അത് കേൾക്കാതിരിക്കാനും കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ പറയില്ലേ കഴിയണമെന്ന്. അപ്പോൾ അതുപോലെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി വാശി പിടിക്കരുത്, വാശി പിടിക്കരുത്, അമ്മയ്ക്ക് പറ്റണം. അപ്പോൾ പോലെയൊക്കെ ചെയ്യണം. എന്നാലും ഞാൻ 1.5 വർഷം എൻ്റെ മക്കളെ നന്നായി നോക്കിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ നോക്കണ പോലെ തന്നെ നോക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അപ്പൂസ്, ഇതാ എൻ്റെ പൊന്നോ അപ്പൂസേ, ഇങ്ങനെ നോക്കിയേ അപ്പൂസിനോട് ഞാൻ ഇടയ്ക്ക് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറയും അച്ഛൻ ജോലിക്ക് പോയിട്ടാ, അച്ഛൻ പാപ്പ് മേടിക്കാൻ പോയിട്ടാന്നൊക്കെ പറഞ്ഞു.
അപ്പം അങ്ങനെ കുറച്ച് നേരം സമയം അങ്ങനെ അവനോട് സംസാരിക്കുമ്പോഴാണ് 2 ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവ എന്ന് പറയുമ്പോൾ എനിക്കൊരു നാണക്കേടുമില്ല. നമ്മൾ ഒരു ടീമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു അനുഭവം പറയണം. അവർ ഏട്ടൻ മരിച്ചതിന് ശേഷം നമ്മളിവിടെ വന്നപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും അവരുടെ ഫാമിലി ആരെയും പോകുമ്പോൾ നമ്മളെ വീട് റോഡ് സൈഡാണ്. അപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ശകുനം കാണുന്നിടത്ത് നമ്മളെ ഭയങ്കരമായിട്ട് അവഹേളിക്കുന്നുണ്ട് ഒരു ടീം. നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ അവർ പോകണമൊക്കെ ഉള്ളു. അപ്പോൾ നമ്മളത് കേൾക്കണം കാണുന്നുണ്ട്. പക്ഷേ മനസ്സിന് വിഷമമുണ്ട്. പക്ഷേ എല്ലാവർക്കും മരണമുണ്ടല്ലോ. പക്ഷേ എനിക്കെന്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീഡിയോ കാണാറുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഏട്ടനെ കുറിച്ച് എന്തിനും ഇത്രയധികം പറഞ്ഞു. ഏട്ടൻ ഞങ്ങൾ നന്നായി നോക്കിയുള്ള കാരണമാണ്. ഏട്ടനെ മറക്കാൻ ഒരിക്കലും പറ്റില്ല ഗൈസ്. അപ്പോൾ അത്രയ്ക്കും സ്നേഹമാണ്. അത്രയ്ക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ചാവക്കാട് കോടതിയിൽ വർക്ക് ചെയ്തിരുന്നത്. അയ്യന്തോളിക്ക് ഞാൻ കുറച്ച് നാൾ പോയിരുന്നു. ആ സമയത്താണ് പിന്നെ ഡെലിവറി സമയമായപ്പോൾ നിർത്തിയത്. അപ്പം ഞാൻ പോവും. അപ്പോൾ ഇത്രയും കോടതിയിൽ ഇരിഞ്ഞാലക്കുട കോടതി അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ട്രിവാൻഡ്രത്തേക്കും പോയിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാ സ്റ്റാഫുകളും നമ്മൾക്ക് അത്രയ്ക്കും കൂട്ടും സ്നേഹമുള്ളവരാണ്. 14 വർഷമൊക്കെ നമ്മളിപ്പോൾ അതിൽ ജോലി ചെയ്യുകയെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഭാഗ്യമാണ്. അപ്പം എനിക്കൊരു ജോലിയുണ്ട്. എൻ്റെ മക്കളെ നോക്കാൻ നന്നായി പണിയെടുക്കുക. ആരോഗ്യമുണ്ട്. ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മളവരെ നോക്കാം. പിന്നെ അപ്പോഴത്തേനും എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്ഥലത്ത് എൻ്റെ മോള് ആഗ്രഹിച്ച പോലെ ഞാനൊരു കുഞ്ഞ് വീട് വെച്ച് കൊടുക്കും കേട്ടോ ഗൈസ്. അത് പൊന്നൂസിനൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്. കാരണം എന്തായിരുന്നു, അയ്യോ ഭയങ്കരമായിരുന്നല്ലേ, അങ്ങനെയൊക്കെ ഒരു പുച്ഛിക്കൽ ഫീൽ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ പറയുമ്പോഴേ. കാരണം നമ്മളെ നന്നായി അണിയിച്ചൊരുക്കി കൊണ്ടുപോകും. നമ്മൾ അഹങ്കാരത്തിൽ ഒരാളോടും പെരുമാറിയിട്ടില്ല. എല്ലാവരോടും നല്ലതിൽ തന്നെ പെരുമാറിയിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ആയപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു സംസാരം കളിയാക്കലൊക്കെ നമുക്ക് ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മുകളിലൊരാൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളതിൽ മാത്രം നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് പ്രാർത്ഥിക്കണം ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മറ്റുള്ളവർക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് ലൈഫിൽ ഇനി എൻ്റെ മക്കൾ ഞാൻ അവരെ എൻ്റെ കയ്യിൽ അവർ സുരക്ഷിതരാണ്. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ട്. കാരണം എൻ്റെ ഏട്ടൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയിൽ നിന്നും ആരെടുത്തുനിന്നും ഞാൻ പൈസ മേടിച്ചിട്ട് എൻ്റെ കുട്ടികളെ നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് കടപ്പാടുള്ളത് എൻ്റെ ടീച്ചർ ആൻറ്റി ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സാബുവേട്ടനുണ്ട്, ചേട്ടനാണ് ആളുടെ വൈഫ്. അങ്ങനെ പിള്ളേർക്ക് സ്പോൺസറുണ്ട് പഠിക്കാനായിട്ടുള്ള. അപ്പോൾ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. കാരണം അത് നമ്മളോട് ഇങ്ങനെ വന്ന് ചെയ്യണതാണ്. നമ്മളവരോട് ആവശ്യപ്പെട്ടിട്ടല്ല. അപ്പോൾ ഈ സാബു ചേട്ടനെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് ചേട്ടാ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ഒരു മുടക്കമില്ലാതെ ഞങ്ങൾക്ക് എത്തിക്കണ ഒരാൾ ഞങ്ങൾ സാബു ചേട്ടനും ആളുടെ വൈഫാണ് മീനു ചേച്ചി. ടീച്ചറമ്മയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് എൻ്റെ ഫാമിലിയിൽ നിന്നും ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരാളായിട്ടും നമ്മൾ പൈസ മേടിച്ചു കുട്ടികളെ നോക്കി പ്രാരാബ്ദം അങ്ങനെ ഒരു ഇതില്ല. ഈ നിമിഷം വരെ 1.5 കൊല്ലമായിട്ടാ അവരൊരു പട്ടിണിക്ക് ഇരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. നമ്മൾ കുക്കിംഗ് വീഡിയോ പോലെ കിട്ടും ഇപ്പോൾ പറയുന്നുണ്ട്. ഇടയ്ക്ക് കട്ട് ചെയ്യണ കേസ് ചുമ വന്നിട്ട് കേട്ടോ. നല്ല പനിയായിരുന്നു. പൊന്നൂസ് ഇതുപോലെയൊക്കെ ചിത്രമൊക്കെ വരച്ച് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പേരൊക്കെ ചെയ്യും കേട്ടോ. തൃശ്ശൂർ വീട്ടിലൊക്കെ ഒത്തിരി വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. അച്ഛൻ അപ്പോൾ നമുക്കൊരാശ്വാസം തന്നത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ ഒരവസ്ഥ വരുമ്പോൾ നമ്മളെ കളിയാക്കാതെ പരിഹസിക്കാതെ നാളെ ഇപ്പോൾ എനിക്ക് വന്ന പോലെ മറ്റുള്ളവർക്ക് വന്നുകൂടായില്ലല്ലോ. ആയിട്ടല്ല കേട്ടോ. ആവാതിരിക്കുക ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ അങ്ങനെ അടച്ച് ആക്ഷേപിക്കുക, വിധവയായില്ലേ, ഇനി അയ്യോ പെട്ടെന്ന് വിധവയായില്ലേ ഇത്ര ചെറുപ്പത്തിൽ, പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ, പിന്നെ എന്നോട് പറഞ്ഞെന്താ പിന്നെ ആൾക്കാരെ ആകർഷിക്കാനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്, ലിപ്സ്റ്റിക്ക് ഇട്,
പിന്നെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളുണ്ട്, സീവ്ലെസ് ഡ്രസ്സ്, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാരെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. അതെന്നെ കളിയാക്കിയതാണെന്ന് അറിയില്ല. ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം, മറ്റുള്ളവരല്ലല്ലോ ഗേൾസ്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. കാരണം എൻ്റെ ചേട്ടന് എപ്പോഴും പറയും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ എന്നേ പറയുള്ളൂ. പക്ഷേ നമ്മളാളെ കൂടെ പോകുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ പോവാം. ഞാനും 1-2 ഫോട്ടോസ് വീഡിയോ പോലെ ആക്കിയിട്ടിട്ടുണ്ട്. അതിൽ കണ്ടാലറിയാം ഞങ്ങളങ്ങനെ നല്ലൊരു ഇതിലാണ് ഞങ്ങൾ പുറത്ത് പോയി വന്നിരുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മോശം വേഷത്തിൽ വ്യൂവേഴ്സ് കൂട്ടേ, സബ്സ്ക്രൈബേഴ്സ് കൂട്ടേ, റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തരാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്കിപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യത്തിനായാലും അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൂടി നമുക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്നുള്ളതിലാണ് നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ തന്നെ എത്ര പേര് രക്ഷപ്പെട്ടവരുണ്ട്, ഒരുപാട് പേര് രക്ഷപ്പെട്ടവരില്ലേ. അപ്പോൾ അതിനെ കണ്ടത് സപ്പോർട്ടിങ് ആണ്, അല്ലാതെ ആൾക്കാരെ വെറുപ്പിച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം എന്നെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇടുന്നൊക്കെയാണ് ഇവർ പറയണത്. എന്നെ പറയാൻ ഞാനിതിലൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇട്ടിട്ടുമില്ല, അങ്ങനെ പറയിപ്പിക്കാൻ നിൽക്കണമില്ല. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ്, അനാവശ്യ കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും കുറേ പറഞ്ഞ്, പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോ ഇട്ട് വേറെ അസത്യം നുണ പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ കഥകളും വന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഈ റിയാക്ഷൻ ഇടുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പറയും എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മൾ കരയാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇടുന്നത് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നെ പറയുമ്പോഴല്ലേ, അതിപ്പോൾ ഞാൻ അപ്പോഴല്ലേ ആവുമ്പോഴല്ലേ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴല്ലേ, അങ്ങനെ ഇടവരാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ശ്രമിക്കുക. നല്ല ചുമ വരുന്നുണ്ട് ഗൈസ്, കാരണം അവനെ അവിടെ മണ്ണ് വാരിട്ടിട്ടേ ചുമ വരെ എനിക്ക് കിട്ടാം ഗൈസ്. അതാണ് പറയണത്, എൻ്റെ ഇടയിൽ ഇടയ്ക്ക് കട്ടാക്കിപ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെ പുറത്തൊരു കുക്കിങ്ങൊക്കെ ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നടക്കാമെന്നറിയില്ല. പിന്നെ അപ്പുറത്തെ കാണാണ്ട റോഡ് സൈഡാ, ഇത് അപ്പുറത്ത് വീട്ടുകാരാട്ടാ. ഇവൾക്ക് ഇങ്ങനത്തെ പൂച്ച, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവർക്ക് അവരുടെ സന്തോഷമാണ്. ഇവിടെ പൂച്ചേനൊക്കെ അമ്മമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ പൂച്ചേനൊക്കെ നമ്മൾ കൊണ്ടുവന്ന്, അപ്പോൾ കുറച്ച് സന്തോഷങ്ങളായിക്കോട്ടെ എന്ന് വെച്ച് ഇങ്ങനെ പൊന്നൂസ് എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ഇങ്ങനെ പൊന്നൂസിനെ പൊന്നേച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അമ്മാതിരി കുട്ടീൻ്റെ അവസ്ഥ. കുട്ടി ചില വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുട്ടീൻ്റെ മുടിയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കണം. കുട്ടി കുളിക്കാൻ വിളിച്ചാൽ വരില്ല ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ചേട്ടായി പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ ചെറിയ ഇതായിട്ടൊന്ന് കട്ടൻ കൊടുക്കും. കട്ടൻ കുടിച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ കുളിക്കാൻ ബാത്റൂമിൽ അവിടെ നേരെ ചൂടുവെള്ളം ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ചൂടുവെള്ളം വന്ന് അവർ കുളിച്ച് അവർ പുറത്തിറങ്ങി വരണം. ഡോറ് തുറന്ന് പുറത്തിറങ്ങി വന്നാൽ ഞാൻ അടുക്കളയിലാകുമ്പോൾ അവർ തല തുറത്തി വിടുന്ന ഏട്ടനാണ്. അപ്പോൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തല തുറത്തി, അവർ പകുതി തല തുറത്തിയിട്ട് അതിൽ അവർക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ തല തുറത്തി കൊടുക്കും. പിന്നെ രാസ്നാദി പൊടി ഇടും, വന്ന ഉടനെ ഭക്ഷണം വാരി കൊടുക്കും. അപ്പോഴത്തേന് യൂണിഫോം തേച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ അപ്പോഴത്തേന് ഭക്ഷണം വാരി കൊടുത്ത് അത് കഴിഞ്ഞ് ഭക്ഷണം ബാഗിലാക്കി എല്ലാം റെഡിയാക്കി മുടി വരെ കെട്ടി കൊടുക്കുന്ന അച്ഛനാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വണ്ടിയിൽ അച്ഛൻ അവിടെ കൊണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഇപ്പം അതില്ലല്ലോ, ആളില്ലല്ലോ. അതുകൊണ്ട് പൊന്നൂസ് അമ്മ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ചീത്ത പറഞ്ഞു തുടങ്ങി കുളിക്കാൻ പറഞ്ഞിട്ട്. കാരണം കുട്ടിക്ക് പറ്റണില്ല, കുട്ടിക്ക് ആകെ അസ്വസ്ഥതയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചാനൽ വന്നപ്പോൾ ഷോർട്സുകൾ ഇട്ടപ്പോൾ ചെറുത് എനിക്കറിയണില്ല എങ്ങനെയാണ് എന്താണ് ഇടണത്. എനിക്ക് പേടിയത പോലെ എനിക്കും ടെൻഷനാണ്. ഇനിയിപ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ എനിക്കും ടെൻഷനാണ്. കാരണം എല്ലാവരും കാണാതല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇടുമ്പോൾ എന്നോട് പറയുന്ന വാക്കുകളാണ്, നമ്മളെ പ്രിയപ്പെട്ട ഒരു വിധവയായില്ലേ, പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിക്കില്ല കേട്ടാ. പിന്നെ മരണ സർട്ടിഫിക്കറ്റിൽ പേര് കൊടുത്തുവെന്ന്. ഞാൻ മരണ സർട്ടിഫിക്കറ്റിൽ പേര് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മരണം വരെ ഞാൻ ആളുടെ ഭാര്യ ആവണം തന്നെ ഞാൻ ആഗ്രഹിക്കണുണ്ടാ. എനിക്ക് തോന്നുന്നു ഈ ഒരു വയസ്സിൽ അല്ലെങ്കിൽ അപൂർവം പേര് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ആ ഒരു മരണ സർട്ടിഫിക്കറ്റിൽ ഭാര്യയുടെ പേര് കൊടുക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊടുത്തു.
അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഈ മാതിരി സംസാരങ്ങൾ എന്തിനു കൊടുത്തു, മറ്റേത് ഗൾഫിൽ പോയി എന്ന് പറയണം, ഇങ്ങനെ മരിച്ചു എന്ന് പറയരുത്, വീഡിയോയിൽ പറയണം, എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ വല്ല പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കുട്ടികൾ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പം ഞാൻ നീട്ടി ചുരുക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടമാണ് അത് ഞാൻ ചെയ്തത്. ഞാനങ്ങനെ മരണ സർട്ടിഫിക്കറ്റിൽ, എൻ്റെ ഏട്ടൻ്റെ മരണ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേര് ആഡ് ചെയ്തതും, പിന്നെ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ സുരക്ഷിതരാണ്. പിന്നെ 2 പെൺകുട്ടികളാണെന്നുള്ള നല്ല ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇനി അവിടെ ഞങ്ങളുടെ ഒരു വലിയ 11 വയസ്സ് മെയ് 10-ന് ഇനി വലിയ കുട്ടിയാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളായി, പ്രായമായി. എൻ്റെ കുട്ടികളാവാറായി. ഞാൻ തോന്നിയാസത്തെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് ബാധിക്കുക. അല്ലേ ഗൈസ്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. നല്ല ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യമുള്ള ആളാണ്. അപ്പം ഞാൻ ജോലി ചെയ്തിട്ട് എന്നെ അവർ നോക്കാമെന്നുള്ളൊരിതിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു കൂട്ട് വേണ്ട എന്നുള്ളതിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനീ പറഞ്ഞതിൽ യോജിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. ഇത്ര ഉള്ളൂ കേട്ടോ. എനിക്ക് ചുമ വരുന്നുണ്ട്. കാരണം അപ്പൂസ് ഇവിടെ എന്തോ ഒരു പൗഡറിൻ്റെ ടിന്നതാ കാണുന്നുണ്ട്, അത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു എൻ്റെ മോൻ. ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട്. അപ്പം ഇത്രയുള്ള വീഡിയോ കേട്ടോ. അപ്പം വിധവയായില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്നു. മരണ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ പേര് കൊടുത്തേനെ, എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കുന്നതെന്ന് അങ്ങനെ കുറേ പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. ഞാൻ ചെയ്തത് തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ ഈ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ ഞാൻ ആരെക്കുറിച്ചും മോശമായി സംസാരിക്കുക എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. ഞാൻ നേരെ പോകുന്നുള്ള ഒരാളാണ്. അത് തുടർന്ന് എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്തായാലും കമൻറ്റ് പറയണം കേട്ടോ.